2026 T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മൊട്ടേര സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയം. ആ സ്റ്റേഡിയം എല്ലാവർക്കും അറിയാമായിരിക്കും. 2023 നവംബർ 19 നമ്മൾ എല്ലാവരും കരഞ്ഞ് കുതിർന്ന മണ്ണുള്ള മൊട്ടേറയിലെ സ്റ്റേഡിയം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പേടിച്ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? സോ ഫൈനൽ വന്നിരിക്കുന്നത് ഇന്ത്യ ആൻഡ് ന്യൂസിലൻഡ്. ആൻഡ് രണ്ടുപേരും ഡിസർവിങ് ആണോ എന്ന് വെച്ചാൽ ഇന്ത്യ തുടക്കം മുതൽ ഫൈനൽ കളിക്കുന്ന വെച്ച ടീമാണ്. ന്യൂസിലൻഡ് ആദ്യം ഭയങ്കര എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ടൈം എത്തിയപ്പോൾ, എസ്പെഷ്യലി ഈ ടൂർണമെൻറ്റിന് മുമ്പ് അവർ ഇന്ത്യയിൽ വന്നൊരു 5 മാച്ച് സീരീസ് കളിച്ചു. അതിൽ 4-1 ഇന്ത്യ ജയിച്ചത്. സോ അതോടുകൂടി അവരുടെ കുറച്ച് വീക്ക്നെസ്സൊക്കെ എക്സ്പോസായി. ഇന്ത്യ ആണെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റായി ആ മാച്ച് കഴിഞ്ഞപ്പോൾ. സോ ആ ടീം അവരുടെ സ്ക്വാഡുമായിട്ട്, ഇന്ത്യയായിട്ട് 4-1 തോറ്റ സ്ക്വാഡുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാതെയാണ് അവർ ഈ വേൾഡ് കപ്പ് കളിക്കാൻ വന്നത്. അങ്ങനെ ഈസി ആയിട്ടല്ല അവർ സെമി വരെ എത്തുന്നത്. സെമി വരെ അവരങ്ങനെ തോറ്റിട്ടുണ്ട്. ഒരു മത്സരം വാഷ് ഔട്ടായിപ്പോയി. പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലുള്ള മാച്ചിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ട് ആണ് പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിച്ചെങ്കിൽ പോലും റൺ റേറ്റ് വെച്ചിട്ടാണ് ന്യൂസിലൻഡ് സെമിയിലെത്തുന്നത്. അപ്പം സെമിയിൽ 90% എല്ലാവരും വിചാരിച്ച് സൗത്ത് ആഫ്രിക്ക കയറിപ്പോകും. കാര്യം സൗത്ത് ആഫ്രിക്ക അതുവരെ ഹോട്ട് ഫേവറേറ്റ്സായ ഇന്ത്യനെ വെറുതെ മുട്ടുമടക്കി കളഞ്ഞു. ഇന്ത്യയെ തോൽപ്പിച്ചു വരുന്ന സൗത്ത് ആഫ്രിക്ക ബുദ്ധിമുട്ടില്ലാണ്ട് അവർ ഫൈനൽ വരുമെന്ന് പറഞ്ഞ സമയത്തു നിന്നാണ് രണ്ടുപേരും നെഞ്ചും പിരിച്ചങ്ങോട്ട് നിന്നത്. എസ്പെഷ്യലി ബോളേഴ്സും അന്ന് വളരെ നന്നായിട്ട് ചെയ്തു. ഈ പറയുന്ന മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗ്യൂസൺ, അവരുടെ ഫിംഗർ സ്പിന്നേഴ്സായ മിച്ചൽ സാൻഡർ, രജിൻ രവീന്ദ്ര, ഇവരൊക്കെ ഒരു കളക്റ്റീവ് എഫേർട്ടുണ്ട്, ടീം എഫേർട്ടുണ്ട്. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല ന്യൂസിലൻഡ് ഒരു രീതി. പക്ഷേ സെമി ഫൈനലിൽ നമ്മൾ കണ്ടത് ആ കളക്റ്റീവ് എഫേർട്ടിൻ്റെ കൂടെ 2 പേരങ്ങോട്ട് നിവർന്ന് നിന്നു. ലുങ്കി എങ്കിടിക്കും ഈ പറയുന്ന റബാഡയ്ക്കും കേശവ് മഹാരാജനൊന്നും ആൻസർ ഇല്ല. ടീംസ് എഫേർട്ട് ആൻഡ് ഇപ്പം 147 കോടി ഇന്ത്യൻസിന് ഒരു ചെറിയ കൺസേണുള്ള, പേടിയുള്ള ഈ ഫൈനലിൽ ഇത്രയും 50-50 ചാൻസ് കൊടുക്കുന്ന, ഞാൻ 70-30 ആണ്, അത് ഞാൻ ലാസ്റ്റ് പറയാം. 50-50 ചാൻസ് ഇന്ന് ഇന്ത്യൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഫിന്നലെ 170 അറൗണ്ട് ടാർഗറ്റ് ചേസ് ചെയ്തത് ജസ്റ്റ് 12-13 ഓവേഴ്സിലാണ്. വെറുതെ പൊടിച്ച് കളഞ്ഞു സൗത്ത് ആഫ്രിക്കാനെ. അപ്പോൾ അങ്ങനെ ആ കോൺഫിഡൻസിലാണ് ഇവർ വരുന്നത്. ഇപ്പോൾ അവരുടെ ടോപ്പ് പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഫിന്നലനായാലും സെഫേർട്ടായാലും ഈ ടൂർണമെൻറ്റിൽ അതുവരെ അവർ തട്ടിമുട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവർക്ക് റൺസ് വന്നിരിക്കുന്ന എല്ലാവരും കൂടെ എഫേർട്ട് ഇട്ടിട്ടാണ് അവർക്ക് റൺസ് വരുന്നത്. അവനൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അതിനു മുമ്പ് പറയാനില്ല. രജിൻ രവീന്ദ്ര നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്, സാൻഡർ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അവരൊരു പെർഫോമൻസ് ലെവൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ സെമി ഫൈനലാകുമ്പോൾ മൊത്തം മാറി. ഇവർ മോൺസ്റ്റേഴ്സായി, മാനീറ്റേഴ്സായി. ആ ലെവലിൽ അവർ പോയി നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ന്യൂസിലൻഡ് നമ്മൾ പേടിക്കുന്നു. ശരി, ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഫേവറേറ്റ് ടീം. എല്ലാവരും കപ്പടിക്കാൻ ആദ്യം തന്നെ ഈ സ്റ്റാർ സ്പോർട്സിൻ്റെയൊക്കെ പരസ്യം കണ്ടാൽ ഇപ്പോൾ നോക്കുമ്പോൾ കോമഡിയാണ്. 300 അലേർട്ട്. അവർ ഈ ചെറിയ ടീമിന് മിനോസ് വരുമ്പോൾ പറയുന്നൊരു വൃത്തികെട്ട വാക്കാണ് 300 അലേർട്ട്സ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? USA മുട്ടുറപ്പിച്ചില്ലേ അന്ന്. സൂര്യകുമാർ യാദവ് ഇപ്പോൾ നമ്മൾ ഫോം ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി അന്നൊരു 84 റൺസൊന്നും എടുത്തിട്ടാണ് നാണം കണ്ടാണ്ട് കഴിച്ചിലായി പോയത്. അഭിഷേക് ശർമ്മ 0, ഇഷാൻ കിഷൻ ഓക്കെ ചെറിയ സ്കോറിനെന്തോ പോയി, വലിയ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ബാക്കി ആർക്കും പറ്റിയില്ല. പിന്നെ ചെയ്യാൻ പറ്റിയ അന്ന് തിലക് വർമ്മ ഉണ്ട്, പക്ഷെ ഒന്നും റണ്ണേബോളാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. അന്ന് സഞ്ജു ഇല്ല ടീമിൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സൂര്യകുമാർ യാദവ് കളിച്ചിട്ടാണ് അവരപ്പോഴും ഒരു ഫൈറ്റ് ബാക്ക് ബാറ്റിങ്ങിലും കൊടുത്തു അവർ ബാറ്റ് ചെയ്തപ്പോൾ. എന്നിട്ട് നമ്മൾ ജയിച്ചു. അടുത്ത മാച്ച് നമീബിയ ആയിട്ടായിരുന്നു. നമീബിയ ആയിട്ടുള്ളതിൽ വലിയ സ്കോറും ഉള്ളൂ. ഇഷാൻ കിഷൻ 61 റണ്ണടിച്ചു.
ഓപ്പണിങ് ഇറങ്ങി. അന്ന് അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാണ്ട് അഭിഷേക് ശർമ്മ കളിച്ചിട്ടുണ്ടായില്ല. സഞ്ജു 8 ബോൾ 22 എടുത്തു, ഭയങ്കര ഒരു വലിയ സ്റ്റാർട്ടാണ് കൊടുത്തത്. പക്ഷേ അന്ന് മിനോസാണ്, ചെറിയ ടീമാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എല്ലാവരും എഴുതി തള്ളി. നമ്മൾ ജയിച്ചു. 200 റൺ അടിക്കുന്നു, അവർ 116 റൺസിന് ഔട്ടാവുന്നു, നമ്മൾ ജയിച്ചു. നെതർലാൻഡ്സ് നമീബിയ ഒരു വലിയ ടീമൊന്നും ആയിരുന്നില്ല. ഓക്കെ, അടുത്തത് പാകിസ്ഥാനായിട്ടുള്ള മാച്ചാണ്. പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ ഇന്ത്യ, ഇഷാൻ കിഷൻ്റെ ഗംഭീര പെർഫോമൻസ്. ഇഷാൻ കിഷൻ ശ്രീലങ്കയിലാണ് മാച്ച് ഉണ്ടായിരുന്നത്. ശ്രീലങ്കയിൽ ഭയങ്കര ടഫസ്റ്റ് കണ്ടീഷനിൽ, ബാക്കി ആരും കളിച്ച പോലെയല്ല ഇഷാൻ കിഷൻ കളിച്ചത്. ഇഷാൻ കിഷനാണ് അവിടെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് നിന്നിട്ട് ആ ഒരു വിജയം നേടിത്തന്നത്. പിന്നെ പാകിസ്ഥാൻകാർ നമ്മളെക്കാളും ഭയങ്കര ടെൻസ്ഡായിരുന്നു. അവർക്ക് അത്രയും പ്രഷർ ഉണ്ടായിരുന്നു. അത്രയും പ്രഷറിലാണ് അവർ കളിച്ചിട്ട് മൊത്തത്തിൽ വട്ടത്തിൽ ത്രികോണത്തിലൊക്കെ പോയി. അപ്പോൾ അന്നും അഭിഷേക് ശർമ്മ തിരിച്ചു വന്നു. അഭിഷേക് ശർമ്മ ഫുള്ളി ഫിറ്റല്ലാഞ്ഞിട്ട് പോലും പുള്ളിയെ കളിപ്പിച്ചു. അന്നും 0 റൺസിന് ഔട്ടായി. നെതർലാൻഡ്സ് ആയിട്ടുള്ള മാച്ചിലും ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു. ഇന്ത്യ 193 റൺസ് എടുക്കുന്നു. അഭിഷേക് ശർമ്മ ഡക്കിന് പോകുന്നു. ഇഷാൻ കിഷൻ 18 റണ്ണ്, വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അന്ന് കളിച്ചത് ശിവൻ ദൂബെയാണ്. സോ നമ്മൾ കാണുന്നത് ഇപ്പോൾ നേരത്തെ മാച്ചിൽ ഇഷാൻ കിഷനായിരുന്നു, നവീബയായിട്ടുള്ള മാച്ചിൽ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അങ്ങനെ ഓരോരോ മാൻ ഓഫ് ദ മാച്ചുകളാണ് വരുന്നത്. സോ ഓരോരുത്തർ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഈ അഭിഷേക് ശർമ്മ 0-ൽ പോകുന്നതൊന്നും നമ്മളെ ബാധിക്കാതെ പോയി. പിന്നെ ബോളിങ് പറയുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി ഗംഭീരമായിട്ട് ഓവർ ഫുള്ളി അത് തന്നെ പുള്ളിക്കാരൻ 13 വിക്കറ്റ് ഇതുവരെ എടുത്തിട്ടുണ്ട്. സോ ഈ സൂപ്പർ 8 വരുന്നത് വരെ എല്ലാവർക്കും പേടിക്കുന്ന നമ്പർ 1 റാങ്കുള്ള ബോളർ തന്നെയാണ്. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടായ ഒരാൾ തന്നെയാണ് ഈ പറയുന്ന വരുൺ ചക്രവർത്തി. സൂപ്പർ 8 എത്തുന്നവരെ ഇന്ത്യക്ക് വലിയ ചലഞ്ചസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ഫീൽഡിലുള്ള ക്യാച്ചസ് ഡ്രോപ്പ്, അങ്ങനത്തെ ഫീൽഡിലെ മിസ്റ്റേക്സൊക്കെ കുറച്ചും കൂടെ എക്സ്പോസ് ആയത് ഈ സൂപ്പർ 8 വരുന്നതാണ്, ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെയാണ്. പക്ഷേ 4 മത്സരങ്ങളും ജയിച്ചിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ വരുന്നു. സൂപ്പർ 8 കൊടുത്തത് ഓസ്ട്രേലിയ ഇല്ലാത്ത ഗ്രൂപ്പായിരുന്നു. സൂപ്പർ 8 ഓസ്ട്രേലിയ ഉണ്ടായില്ല. സോ നമ്മുടെ സൂപ്പർ 8 ഗ്രൂപ്പിലുണ്ടായിരുന്നത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്. ഈ 3 പേരും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെയാണ് വന്നത്. സോ തീ പറക്കുന്ന ഗ്രൂപ്പ് സൂപ്പർ 8 ആണ് നടന്നത്. സോ ഫസ്റ്റ് മത്സരം ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കയായിട്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചിലാണ്, ആ മാച്ചിൽ ഇന്ത്യ തോറ്റത് വളരെ നന്നായി എന്ന് പിന്നെ നമുക്ക് തോന്നി. ആ മാച്ച് തോറ്റുകൊണ്ട് 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഇന്ത്യക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മേളിൽ വേറെ ആരും ഇല്ല, നമ്മളാണ് അവസാനം വാക്കുന്നുള്ള കോൺഫിഡൻസിനായിട്ട് അടിയാണ് ആ ചേസിൽ വീണുപോയത്. അത് ചേസിൽ വീണു പോകുക എന്ന് പറഞ്ഞാൽ ഇതേ ഗ്രൗണ്ടിൽ തന്നെയാണ്, അഹമ്മദാബാദിൽ തന്നെയാണ്. അപ്പോൾ ചേസിൽ വീണു പോകുക എന്ന് പറഞ്ഞാൽ അത് ആരും മുന്നിൽ വന്ന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല, ആർക്കും കണക്റ്റ് ആവുന്നില്ല. എല്ലാവരും ഒരേ സമയത്ത്, ഇത്രയും വലിയ റൈഫിൾ ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന ഈ ടീം ഒരേ സമയത്ത് ഫെയിലാവുകയാണ്. അപ്പോഴാണ് ഒന്നാമത്തെ കാര്യം, കോൺഫിഡൻസ് തകർത്തു. ആ ഓവർ കോൺഫിഡൻസ് ഒന്ന് തകർത്തിട്ട് ഓക്കെ ഇവരൊന്ന് മണ്ണി ചവിട്ട് നടക്കാൻ തുടങ്ങി. 2, ഇവർക്ക് ഒരു വിന്നിങ് കോമ്പിനേഷൻ പൊളിക്കുന്നൊരു ആരുണ്ടാക്കിയ നിയമമാണെന്നറിയില്ല. വിന്നിങ് കോമ്പിനേഷൻസ് ഇന്ത്യൻ ടീം പൊളിക്കില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും വിന്നിങ് കോമ്പിനേഷൻ പൊളിക്കില്ല. അപ്പോൾ തോറ്റാലല്ലേ പൊളിയുള്ളൂ. അങ്ങനെ ആ കളി തോറ്റപ്പോൾ അവർക്ക് വിന്നിങ് കോമ്പിനേഷൻ പൊളിക്കേണ്ടി വന്നു. കാര്യം വലിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ ഒരു വലിയ കമ്പനീയ ശേഖരമുണ്ട് നമ്മുടെ ടീമിൽ. അത് തുടക്കം മുതൽ അവസാനം വരെ 6-7 ലെഫ്റ്റ് ഹാൻഡേഴ്സ്, റിങ്കു സിംഗ്, ശിവൻ ദൂബെ, തിലക്, ഇഷാൻ, അഭിഷേക്, അക്ഷർ പട്ടേൽ, ഇങ്ങനെ കിടക്കുകയാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ്. പിന്നെ ഇവർക്ക് മനസ്സിലായി ഇവർ വാഷിങ്ടൺ സുന്ദർ വേറൊരു ലെഫ്റ്റ് ഹാൻഡറിനെ കൊണ്ടുവന്നു. 6 പേര് അക്ഷർ പട്ടേലിന് പകരം. വൈസ് ക്യാപ്റ്റനാണ് അക്ഷർ പട്ടേൽ. ആദ്യം ഇവരുടെ ഓവർ കോൺഫിഡൻസ് പറഞ്ഞു. 2, ഇവർ അക്ഷർ പട്ടേലിനെ പുറത്തിരുത്തി. എന്ത് സ്ട്രാറ്റജിയാണെന്നറിയില്ല. അപ്പോൾ ഈ സ്ട്രാറ്റജി എടുത്ത് കളിക്കണ പരിപാടി അതോടുകൂടി ഒരു നിർത്തി. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അക്ഷർ പട്ടേലിനെ മാറ്റി നിർത്താൻ നോക്കിയതിനാണ് ഈ ഭാഗത്തായിട്ട് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് നിർത്തി. 3, അവരാ ലെഫ്റ്റ് കോമ്പിനേഷൻ പൊളിച്ചിട്ട് അവരൊരു ഇനിഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പ് പ്ലാൻ ചെയ്തത് തന്നെ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നു, സഞ്ജു സാംസൺ.
സഞ്ജു സാംസനെ തിരിച്ചുകൊണ്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ സൂപ്പർ 8 ആ തോൽവിക്ക് ശേഷം സിംബാബ്വെ ആയിട്ട് റൺ റേറ്റിൽ വെറും സൂപ്പർ 8 സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റു എന്നല്ല, ഏകദേശം 3.88 നെഗറ്റീവ് റൺ റേറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അടുത്ത മാച്ചിൽ വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയായിട്ടുള്ള ഒരു ചെയ്ത്തുണ്ടായി. ഈ വെസ്റ്റ് ഇൻഡീസ് അടിച്ച് പറപ്പിച്ച് കളഞ്ഞ സിംബാബ്വേനെ 255 റണ്ണെന്തോ അടിച്ചിട്ട് 5+ റൺ റേറ്റായി. സോ ഇനി അവർ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് അവർ കയറിപ്പോവും. സൗത്ത് ആഫ്രിക്കൻ എന്തായാലും സിംബാബ്വെ തോൽപ്പിക്കില്ല. ആ ഒരു ഫോമൊക്കെ വെച്ച് നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് വെറുതെ. അല്ലെങ്കിൽ സിംബാബ്വെയുടെ ദിവസമാണെങ്കിൽ അവർ തോൽപ്പിക്കുമായിരിക്കും, പക്ഷേ അത് ഒരു 99% സൗത്ത് ആഫ്രിക്ക ജയിക്കാനാണ് ചാൻസ്. സോ നമുക്കിനി ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സിംബാബ്വെനെ തോൽപ്പിക്കണം, സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കണം. എന്തായാലും സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു. പക്ഷേ ആ മാച്ചിൽ പോലും വെസ്റ്റ് ഇൻഡീസ് ഫൈറ്റ് ബാക്ക് ചെയ്തു. അവരങ്ങനെ വിക്കറ്റ് വീണ് പോയിട്ടും അവരുടെ 8th വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ഹോൾഡറും പവലും കൂടെയാണ് തോന്നുന്നു, പവലാണോ ഷെപ്പേർഡാണോ ആരോ, ഇവർ രണ്ടുപേരും കൂടെ അടിച്ച് കയറി തിരിച്ചു വന്നു. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്ക അവരെ പെട്ടെന്ന് ചേസ് ഡൗൺ ചെയ്തു. അപ്പോൾ നമ്മൾ വീണ്ടും പ്രതീക്ഷ വന്നു, നമുക്ക് 2 കളി ജയിച്ചാൽ മാത്രമായിരുന്നായി. അങ്ങനെ സിംബാബ്വെ ആയിട്ട് 253 അടിക്കുന്നു. അതിനകത്ത് അഭിഷേക് ഒരു 50 അടിക്കുന്നുണ്ട്. അഭിഷേക് അങ്ങനെ ഒരു താളം കണ്ടെത്തി എന്നൊക്കെ തോന്നി, പക്ഷേ ഒരു ഏറ്റവും സ്ലോവസ്റ്റ് 50 ആണ് പുള്ളിയുടെ കരിയറിലെ സ്ലോവസ്റ്റ്. 26-27 ബോൾസിലാണ്. അഭിഷേക് നമ്പർ 1 ബാറ്റർ ആയത് വെറുതെ ഒന്നുമല്ല, അതുകൊണ്ട് പുള്ളിയുടെ കഴിവിനാരും ഇവിടെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒരു 50 മാത്രമേ ഈ ടൂർണമെൻറ്റിൽ പറയാനുള്ളൂ ആൾക്ക്. അങ്ങനെ നമ്മൾ സിംബാബ്വേയായിട്ട് കളിയിരിക്കുന്നു. റൺ റേറ്റ് ഒന്ന് മെച്ചപ്പെടുത്തിയെന്നേ ഉള്ളൂ. അവസാനം ശിവൻ ദുബെയ്ക്ക് ഓവറൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു 100 റണ്ണിന് മേലെങ്കിലും ജയിച്ചാൽ മാത്രമേ വെസ്റ്റ് ഇൻഡീസിനെ റൺ റേറ്റായിട്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളാ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളായിരുന്നു. വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള മാച്ച് വന്നു. വെസ്റ്റ് ഇൻഡീസാണ് എൻ്റെ അറിവിൽ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ഗെയിം. പക്ഷേ അത് സഞ്ജു എന്ന് പറയുന്നൊരു ആളുടെ റിഡംഷൻ, പുള്ളി തിരിച്ചു വന്ന് 97 റൺസ് എടുത്ത് ആ കളി ചേസ് ചെയ്ത് ജയിപ്പിച്ചു. അതൊക്കെ എത്രയോ മലയാളികൾ, അല്ലെങ്കിൽ നമ്മുടെ 90s കിഡ്സ്, അല്ലെങ്കിൽ എത്രയോ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സ്വപ്നം കാണുന്ന എല്ലാവരും കണ്ടൊരു സ്വപ്നമല്ലേ പുള്ളി നമുക്ക് വേണ്ടി ചെയ്തത്, ചേസ് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്വപ്നം ഒരു മലയാളി, നമ്മുടെ ഇടയിലുള്ളൊരു പയ്യൻ ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് വേറെ സന്തോഷം. പക്ഷേ ഇന്ത്യ സെമിയിലെത്തുന്നു. പക്ഷേ സെമിയിൽ എന്താ നടന്നത്? സെമി ഞാനിപ്പോഴും പറയുന്നു, സഞ്ജുവിൻ്റെ ഇന്നിങ്സ് വാസ് ഫൈൻ ഓപ്പണിംഗ് എന്ന രീതിയിൽ. അഭിഷേക് ശർമ്മ ഫോം ഔട്ടാണ്. വാങ്കഡയിലെ പിച്ചാണ്, അത്രയും ഡ്യൂ ഫാക്ടർ ഇറങ്ങും, അത്രയും ഡ്യൂ ബൗളേഴ്സിനെ ഹെൽപ്പ് ചെയ്യില്ല. തിരിച്ചടി ഗംഭീരമായിട്ട് കൊള്ളും എന്നൊരവസ്ഥയിൽ നമുക്ക് തന്നെ തോന്നിയതാണ് ഒരു 250 പോരാ. കാര്യം എന്ന് വെച്ചാൽ 130 റണ്ണെന്തോ ആയി 11 ഓവർ 12 ഓവർ ആയപ്പോൾ. ഇനിയുള്ള സഞ്ജു ഔട്ടാകുമ്പോൾ പോലും ഇനിയും ഉണ്ട് 7 ഓവർ ബാക്കി. ആ 7 ഓവറിൽ ആ സ്കോർ വന്നാൽ പോരായിരുന്നു എന്ന് നമുക്കിവിടെ ഇരുന്ന് പറയാൻ താളം വിടാൻ എളുപ്പമാണ്. പക്ഷേ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അതല്ലേ സംഭവിച്ചത്. ഒരു 270, 280 ആണ് നമുക്ക് ഒരു സേഫ് സോളുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവരത്രയും ഒരു കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അത്രയും ഫേമായിട്ടുള്ളൊരു ചേസ് ആയിരുന്നില്ല. അവർ തുടക്കത്തിൽ വിക്കറ്റ് പോകുന്നുണ്ട്, അക്സാറിൻ്റെ ഗംഭീര ക്യാച്ചസ് വരുന്നുണ്ട്, വരുൺ ചക്രവർത്തിക്ക് നിർലോഭ അടി കൊള്ളുന്നുണ്ട്. സൂപ്പർ 8 എല്ലാ മാച്ചസിലും പുള്ളിക്കാരന് അടി കിട്ടിയിട്ടുണ്ട്. എക്കണോമി 10 അടുപ്പിച്ചാണ്, 8ന് മേളിലാണ്. ഒരു കളി 64, ഒരു കളി 40, അങ്ങനെയൊക്കെയാണ് പുള്ളി അടി മേടിച്ച് കൂട്ടിയത്. ബെറ്റൽ എന്ന് പറയുന്നൊരു പയ്യൻ നിന്നിട്ട് ചലഞ്ച് ചെയ്യാണ്. ഇന്ത്യ ഈസിലി ജയിക്കുമെന്ന് വിചാരിച്ച, പക്ഷെ ഈ പറയുന്ന ഹാരി ബ്രൂക്കും ഒക്കെ പോകുമ്പോഴും അവിടെ ആരും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, ടോം ബാൻറ്റൺ 340 സ്ട്രൈക്ക് ചെയ്ത് ക്ലീൻ ഹിറ്റാണ്. ഈ ബെറ്റൽ കളിക്കുന്ന അതേ കളി അതിനെ ഒരു പൊടി മേളായിരുന്നു ടോം ബാൻറ്റൺ കളിച്ചത്. സത്യം പറഞ്ഞാൽ ടോം ബാൻറ്റൻ്റെ വിക്കറ്റ് അക്സർ എടുത്തപ്പോഴാണ് ഞാൻ ആശ്വസിച്ചത്. സ്റ്റിൽ ബെറ്റൽ അവിടെ ഉണ്ടെങ്കിൽ പോലും ടോം ബാൻറ്റൺ നിന്നിരുന്നെങ്കിൽ കഥ മാറിയാനെ. ബുംറ ഇപ്പം ഈ ലാസ്റ്റ് വന്ന് ബുംറയുടെ ഒരു മാജിക് ഒന്നും കാണിക്കുന്നതിന് മുമ്പ് അവർ കളർത്ത് പോയേനെ. അത് 2 എണ്ണം ഇങ്ങനെ തിളച്ച് നിൽക്കണ 2 പിള്ളേർ. വേൾഡ് കപ്പിലെ ബെസ്റ്റ് മാച്ച് ടിൽ ഡേറ്റ് എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ഡബിൾ സൂപ്പർ ഓവർ വന്ന മാച്ചാണ്.
ബട്ട് ഒരു നോക്കൗട്ട് സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് മാച്ച് ഞാൻ കണ്ടേക്കുന്നത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. ആ 253 ഇന്ത്യ ഡിഫെൻഡ് ചെയ്തതാണ്. ഇതാണ് ഈ രണ്ട് ടീമിൻ്റെയും ഫൈനൽ വരെയുള്ളൊരു യാത്ര. ഇതിൽ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ വിചാരിക്കുന്നത് നാളെ അഭിഷേക് ശർമ്മയും വരുൺ ചക്രവർത്തിയും അവരെന്തുകൊണ്ട് 1-ാം നമ്പർ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അവരത് ചെയ്യും. അതിലൊരു പണ്ട് 2024 രോഹിത് ശർമ്മ ഡിഫെൻഡ് ചെയ്ത പോലെ, കോഹ്ലി പറഞ്ഞ പോലെ ഫൈനലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലപ്പം ഫൈനലിന് വേണ്ടി പുള്ളി കളിക്കുമ്പം അങ്ങനെ അല്ലറ ചില്ലറ കളിയൊന്നും അല്ല കളിക്കുക. അഭിഷേക് ഫോമായാൽ അങ്ങനെ ഫോം ഔട്ട് അങ്ങനെ ഒരു ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ 0 അടിക്കും, ചിലപ്പോൾ നാളെ 140-150 റണ്ണ് പിടിക്കും. അത് അങ്ങനെ ഒരു സാധനമാണ്. സോ പുള്ളിയെ മാറ്റി നിർത്താമെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കളിയിൽ തന്നെ, ഒരു ടൂർണമെൻറ്റിൽ തന്നെ പുള്ളി തിരിച്ചു വരും, നമുക്ക് വിശ്വസിക്കാം. അതേപോലെ വരുൺ ചക്രവർത്തി, എനിക്ക് തോന്നുന്നില്ല പുള്ളി അടി വാങ്ങിച്ച് കൂട്ടും മൊട്ടേറയിൽ. അവിടെ കുറച്ചും കൂടെ പിച്ച് പുള്ളിക്ക് ഫേവറബിളായ രീതിയിൽ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന വാങ്കഡയിലും ഈ കഴിഞ്ഞ കളികളൊക്കെ നടന്ന പോലെയല്ല. അതുകൊണ്ട് ലോക 1-ാം നമ്പർ ബാറ്റ്സ്മാനും ലോക 1-ാം നമ്പർ ബോളറും നമ്മുടെ ടീമിലാണ്. അവരതിനനുസരിച്ചുള്ള പ്രകടനം നാളെ നടത്തും. അങ്ങനെ നമ്മൾ ഈ വേൾഡ് കപ്പ് നിലനിർത്തും. 3ാമത്തെ വിശ്വകിരീടം ഇന്ത്യയിൽ വെച്ച് തന്നെ കളിച്ച് നിലനിർത്തട്ടെ. ദാറ്റ്സ് ഓൾ.